ചൂട് കാരണം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ മടി പിടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇത്. ഒരു ട്രിപ്പ് അടിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹമുള്ള സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. പാലക്കാടൻ ടൂറിസത്തിന്റെ പ്രധാന ആകർഷണമായ കൊല്ലങ്കോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. സിനിമാക്കാർ പ്രശസ്തമാക്കിയ പല്ലാവൂരുള്ള വാമല സുബ്രഹ്മണ്യ ക്ഷേത്രമാണിത്. നാട്ടിടവഴിയിലൂടെ സഞ്ചരിച്ചു വേണം ഈ വാമലയിലേക്ക് എത്താൻ. പിന്നെ ഈ കുന്ന് അങ്ങ് കയറണം. കുന്ന് ചെറിയൊരു കുന്നാണ്. അത് കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് എത്താം. ഈ കുന്നിൻ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അതിമനോഹരമായ മലനിരകളും വയലേലകളുമാണ്. പശ്ചാത്തല ഭംഗി ഒരുക്കിക്കൊണ്ടുള്ള ഈ മലനിരകൾ നെല്ലിയാമ്പതി മലനിരകളാണ്. ഈവനിങ് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും വന്നിരിക്കാൻ പറ്റുകയാണെങ്കിൽ സൂപ്പറാണ്. നല്ല കാമായിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിരിക്കുക. അവിടെ ഹനുമാൻ പാദം എന്നെഴുതി വെച്ചിരിക്കുന്ന പാറയുടെ പുറകിലേക്ക് പോയപ്പോൾ ഹനുമാൻ്റേതെന്ന് കരുതുന്ന പാദത്തിൻ്റെ ഒരു ആകൃതിയിൽ ഒരു ഹോൾ കാണാം. കാണാനായി അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണം. ചിലപ്പോൾ ബാലൻസ് തെറ്റി വീഴാൻ സാധ്യതയുണ്ട്. മമ്മിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് എന്താണ് അവിടെ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഞാൻ. കുഞ്ഞിരാമായണം സിനിമയിലെ കുഞ്ഞിരാമന്റെ കല്യാണം കഴിഞ്ഞത് ഈ വാമല ക്ഷേത്രത്തിൽ വെച്ചാണ്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഈ വാമല പശ്ചാത്തലമായി. നമ്മളിപ്പോൾ പോകുന്നത് കുടിലിടം എന്ന കൊല്ലങ്കോട്ടെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. ചുറ്റും പാടങ്ങളാണ്. നിരവധി ടൂറിസ്റ്റുകളാണ് കൊല്ലങ്കോട്ടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വെഡിങ് ഫോട്ടോഗ്രാഫിക്കെല്ലാം ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഇതിനകത്തേക്ക് പോകണമെങ്കിൽ പ്രവേശനം പാസ് മൂലമാണ്. റോഡ് സൈഡിൽ നിന്നും നമുക്ക് ഇതിന്റെ ഭംഗി ആസ്വദിക്കാവുന്നതാണ്. കൊല്ലങ്കോട് വന്നാൽ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ കയറാതെ ആരും പോവാറില്ല. ആ ചായയും പരിപ്പുവടയും അതിൻ്റെ ഒപ്പം തന്നെ ഉഴുന്നുവടയും ആ തക്കാളി ചമ്മന്തിയും വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചെല്ലഞ്ചേട്ടൻ്റെ നിഷ്കളങ്കത കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരും ഭക്ഷണം കഴിച്ചു പോകും. ചായയും സ്നാക്സും മാത്രമേ ഉള്ളൂ അവിടെ. പഴയൊരു മണ്ണെണ്ണ വിളക്ക് അവിടെ കണ്ടു. അതിൻ്റെ ഓപ്പോസിറ്റായി മാന്തോപ്പും ഉണ്ട്. ഇന്നത്തെ ട്രിപ്പിൻ്റെ അവസാനത്തെ സ്ഥലം ഇത് സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴിയാണ്. താമരപ്പടം വഴിയാണ് നമ്മൾ സീതാർകുണ്ടിലേക്ക് പോകുന്നത്. ഈ മലനിരകളുടെ അടിവാരം വരെ നമ്മൾ എത്തും. പോകുന്ന വഴി മുഴുവനും നെൽവയലുകളാൽ സമൃദ്ധമാണ്. രണ്ട് സൈഡും ഈ നെൽവയലുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് സീതാർകുണ്ടിലേക്ക് പോകാം. പാടം മുഴുവൻ പച്ച നിറത്തിൽ ഒരു സൈഡിലുണ്ട്, ഗോൾഡൻ കളറിൽ ഒരു സൈഡ് പാടമുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗ്രാമഭംഗി ആസ്വദിക്കണമെങ്കിൽ കൊല്ലങ്കോട് തന്നെ വരണം. അവിടുത്തെ മാന്തോപ്പിൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം ഒരു 200 മീറ്റർ മാത്രം നടന്നാൽ മതി ഈ സീതാർകുണ്ടിലെത്താനായിട്ട്. വേനൽക്കാലത്ത് അധികം വെള്ളമുണ്ടാവില്ല, എങ്കിലും അവിടെ കുളിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഇതേപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഒരുപാട് പേർ അവിടെ കുളിക്കുന്നതായും വെള്ളത്തിൽ കിടന്ന് ഈ ചൂട് സമയത്ത് തണുപ്പ് ആസ്വദിക്കുന്നതായും നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് മാത്രമേ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ. മഴക്കാലത്താണെങ്കിൽ കൂടെ അതിശക്തമായ വെള്ളച്ചാട്ടമുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. എല്ലാവർക്കും ഈ മനോഹര യാത്രയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.